ഈ ശമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, 2012 ഇറങ്ങിയ ഒരു ചലച്ചിത്രമാണ് ലൈഫ് ഓഫ് പൈ. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച എഞ്ചലി എന്ന് പറയുന്ന ആൾ നിർമ്മിച്ച ഒരു ചിത്രം. അതിന് പക്ഷേ 2013 ഓസ്കാർ അവാർഡ് കിട്ടുകയും ധാരാളം ജനപ്രിയമാവുകയും ചെയ്തൊരു ചിത്രമാണ്. പൈ എന്ന് പറയുന്നയാൾ ഒരു നോവലിസ്റ്റിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നിടത്താണ് ചലച്ചിത്രം ആരംഭിക്കുന്നത്. കഥ പറയുന്നിടത്ത് തൻ്റെ ആദ്യകാല ദൈവാനുഭവങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഹിന്ദു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളുണ്ട്. ഇതിൽ കുറച്ച് ദൈവങ്ങളെയൊക്കെ അദ്ദേഹത്തിന് പരിചയമുണ്ട്. മറ്റുള്ളവരെയൊന്നും അദ്ദേഹം കേട്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിന് ഒരു 8-10 വയസ്സ് പ്രായമുള്ള സമയത്ത് ഒരു മലമുകളിൽ ഒരു ദേവാലയത്തിൻ്റെ സമീപത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷ്ണു എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ ഒപ്പം നിൽക്കുന്നു. വിഷ്ണു അദ്ദേഹത്തോടൊരു ബെറ്റ് വയ്ക്കുന്നുണ്ട്. ചലഞ്ച്, 2 രൂപ തരാൻ നിനക്ക്. നീ ആ ദേവാലയത്തിൽ ചെന്ന് അവിടെയുള്ള വിശുദ്ധ ജലം എടുത്ത് കുടിക്കാമോ? 2 രൂപയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പൈ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ദേവാലയത്തിൽ നോക്കുമ്പോൾ വിശുദ്ധ ജലം വെച്ചിരിക്കുന്ന ആനവെള്ളപാത്രത്തിൽ വെള്ളമില്ല. ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു അച്ഛന്, അവിടുത്തെ വികാരിയച്ഛനായിരിക്കണം, അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളവുമായി പൈയുടെ മുന്നിൽ കൊണ്ടുപോയി. പൈ ആ വെള്ളം മേടിച്ച് കുടിച്ചു. എന്നിട്ട് പെട്ടെന്നൊരു ദേവാലയത്തിൽ കയറിയ ഒരു ആകാംക്ഷയോടെ ചുറ്റും നോക്കിയപ്പോഴാണ് കാണുന്നത് കുരിശിൽ മരിച്ചു കിടക്കുന്ന ഒരാൾ. ഉടനെ പൈ ചോദിക്കും, വൈ ഷുഡ് എ ഗോഡ് ഡു ലൈക്ക് ദിസ്? എന്തുകൊണ്ട് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യണം? അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ദൈവം തൻ്റെ ഏക മകനെ അയച്ചു നമുക്ക് വേണ്ടി. ഉടനെ അദ്ദേഹം തിരിച്ചു ചോദിക്കും, വൈ ഷുഡ് ആൻ ഇന്നസെന്റ് മാൻ ഡൈ ഫോർ ദ സിൻസ് ഓഫ് ഹോൾ വേൾഡ്, ഫോർ ദ സിൻസ് ഓഫ് ഓൾ ഓർഡിനറി പീപ്പിൾ? നമ്മളെപ്പോലെ സാധാരണക്കാരന് വേണ്ടിയിട്ട് എന്തിനാണ് ഒരു ദൈവം മരിക്കുന്നത്? അച്ഛൻ വീണ്ടും പറയും, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ പയ്യ അസ്വസ്ഥനായിട്ട് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി അയാളുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ മരിച്ചുകൊണ്ട് സ്നേഹിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. അദ്ദേഹം വീണ്ടും തിരിച്ച് ദേവാലയത്തിലേക്ക് വന്ന് അച്ഛനെ കാണും. അച്ഛനോട് ചോദിക്കും, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇഫ് മാൻ ഈസ് സോ ഇംപെർഫെക്റ്റ്, ഗോഡ് ഈസ് സോ പെർഫെക്റ്റ്, ദെൻ വൈ ഷുഡ് ഗോഡ് ഡു ലൈക്ക് ദാറ്റ്? നമ്മളൊക്കെയും പരിപൂർണതയില്ലാത്തവരാണ്, നമ്മളൊക്കെ ബലഹീനരാണ്. ദൈവം പരിപൂർണനാണെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്? അച്ഛൻ അദ്ദേഹത്തോട് എല്ലാം വ്യക്തമായിട്ട് പറയും. നമ്മൾ ശരീരമുള്ള ആളാണ്, സഹനമുള്ളവരാണ്, വിശപ്പുള്ളവരാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെപ്പോലെ തന്നെ വിശപ്പും ദാഹവും സഹനങ്ങളും ഒക്കെയുള്ള ഒരാളാണെങ്കിൽ ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മളൊക്കെ സഹിക്കുന്നവരായതുകൊണ്ട് ഈ സഹനത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് ദൈവവും ചെല്ലുമ്പോഴും നമുക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. കഥ അങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നു. കഥ അവിടെ നിൽക്കട്ടെ. ഈ ഉത്തരവാണ് പ്രധാനപ്പെട്ടത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം സഹിക്കുന്നത്. ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. പക്ഷേ എങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സഹനങ്ങൾ യേശു സഹിച്ചതായിരുന്നില്ല. യേശു സഹിച്ചതിനേക്കാൾ കൂടുതൽ സഹനങ്ങൾ ഏറ്റെടുത്ത് എത്രയോ മനുഷ്യരുണ്ട്, ഇന്നുണ്ട്, യേശുവിൻ്റെ കാലത്തിന് മുൻപേ ഉണ്ട്, അതിനുശേഷമുണ്ട്. നമുക്കറിയാം, ചില കിരാതമായിട്ടുള്ള ജയിലുകളിൽ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരുണ്ട്. IS തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെടുന്ന എത്രയോ യസീദി പെൺകുട്ടികളുണ്ട്. ജീവിതകാലം മുഴുവനും അടിമപ്പണിക്ക് ലൈംഗിക അടിമകളായിട്ട് മാറ്റപ്പെടുന്നവർ. യേശുവിൻ്റെ സഹനം ഒരു 18 മണിക്കൂറേ നീണ്ടു നിന്നിട്ടുള്ളൂ. അതിനു മുൻപേ ഒരു തരത്തിൽ പറഞ്ഞാൽ രാജകീയ ജീവിതമായിരുന്നു. ചുറ്റുവട്ടത്തും ആളുകളുണ്ട്, ശിഷ്യന്മാരുണ്ട്, അത്ഭുത പ്രവർത്തകർ കാണാൻ ആളുകളുണ്ട്, പ്രോത്സാഹിപ്പിക്കാൻ ആളുകളുണ്ട്. കുറച്ചു പേരെങ്കിലും അവനെ പറ്റിയിട്ട് തെറ്റിദ്ധാരണാപരമായിട്ട് പറഞ്ഞു വരുത്തിയിട്ടുണ്ടെങ്കിലും കുറച്ചുപേരൊക്കെ രാജ്യദ്രോഹ കുറ്റവും ദൈവദ്രോഹ കുറ്റവും അവനിൽ ചാർത്തി കൊടുത്തിട്ടുണ്ടെങ്കിലും പൊതുവെ പറഞ്ഞാൽ എപ്പോഴും ആളുകളുടെ ഇടയിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു യേശു. പക്ഷെ അവസാനത്തെ 18 മണിക്കൂറുകൾ അവൻ്റെ ജീവിതത്തിലെ സഹനത്തിൻ്റെ കൊടുമുടിയായിരുന്നു താനും. അന്ത്യത്താഴ സമയം മുതൽ ആരംഭിക്കുന്ന, പിന്നീട് ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലേക്ക് നീളുന്ന, പിന്നീട് പന്തിയോസ് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്കും വിചാരണകളിലേക്കും നീളുന്ന, കുരിശ് വഹിക്കലിലേക്ക് നീളുന്ന, കുരിശ് മരണത്തിലേക്ക് നീളുന്ന ആ ജീവിതം, അത് കല്ലറയിൽ അടക്കപ്പെടുന്നിടം വരെയും സഹനത്തിൻ്റെ കൊടുമുടിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തിൽ ഇന്ന് ഒരുപാട് ആളുകൾ യേശു സഹിച്ചതിനേക്കാൾ കൂടുതൽ സഹിച്ച് മരണമടയുന്നുണ്ടല്ലോ. കഴിഞ്ഞ ഏപ്രിൽ മാസം 6-ാം തീയതി തൊടുപുഴയിൽ വെച്ച് തൊഴിച്ച് കൊല്ലപ്പെട്ട ഒരു 7 വയസ്സുകാരനെ നമുക്കറിയാം. ആ കുട്ടി ഒരുപക്ഷെ യേശു സഹിച്ചതുപോലെ തന്നെ സഹിച്ച ഒരു കുട്ടി. അവന് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ.
എന്നിട്ടും മനുഷ്യർ ഇതിന് മാത്രം സഹനങ്ങൾ യേശു സഹിച്ചുവെങ്കിൽ പോലും ഇനിയും മനുഷ്യൻ ഇന്ന് സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട് നിൽക്കേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ യേശു സഹിച്ചിട്ട് എന്താണ് നമുക്ക് പ്രയോജനം കിട്ടിയത്? യേശുവിൻ്റെ സഹനത്തിൻ്റെ ഗുണം എന്തായിരുന്നു എന്നുള്ളത്. യേശുവിൻ്റെ സഹനവും മറ്റുള്ളവരുടെ സഹനവും തമ്മിൽ വ്യത്യസ്തമാക്കുന്നത് സഹനത്തിൻ്റെ അളവിലുള്ള മാറ്റമല്ല, പിന്നെയോ ആര് സഹിച്ചു എന്നുള്ളതാണ്. യേശു ദൈവമായിരുന്നു. ദൈവമായിട്ട് ഒരു ദൈവം സഹിച്ചുവെങ്കിൽ അത് മനുഷ്യൻ സഹിക്കുന്നതിനേക്കാൾ ഉപരിയാണ്. ദൈവത്തിന് സഹിക്കേണ്ട ആവശ്യമില്ല, ദൈവം സഹിക്കേണ്ടതിൻ്റെ അപ്പുറത്തേക്കാണ്. എന്നിട്ടും ദൈവം സഹിച്ചു എന്നുള്ളതാണ് യേശുവിൻ്റെ സഹനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ സഹനത്തിന് ചില പ്രത്യേകതകൾ, ചില ഗുണങ്ങൾ കൂടെയുണ്ട്. യേശുവിൻ്റെ സഹനം നമുക്ക് തരുന്ന 2 പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം എന്നുള്ളത് യേശുവിൻ്റെ സഹനം രക്ഷാകരമാണ് എന്നുള്ളതാണ്. അതുവരെയും യേശുവിൻ്റെ സഹനത്തിന് മുൻപ് മനുഷ്യൻ്റെ സഹനത്തിന് വേണ്ടി മാത്രമായിരുന്നു. സഹനം ഒരു പീഡനമായിരുന്നുവെങ്കിൽ യേശുവിൻ്റെ സഹനത്തിന് ശേഷം നമുക്ക് രക്ഷാകരമായിട്ടുള്ള ഒരു മാനം നമ്മുടെ സഹനത്തിന് കൈവന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ സഹനം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സഹനത്തിൻ്റെ പ്രത്യേകത അതാണ്. നമ്മളൊക്കെ ഒരുപാട് സഹിക്കുന്നവരാണ്. ഇനി മുതൽ സഹനം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ സഹനത്തിന് രക്ഷാകരമായിട്ടുള്ള ഒരു മൂല്യമുണ്ട്. സഹനം വഴിയായിട്ട് നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റും. ആത്യന്തികമായിട്ട് നമ്മുടെ രക്ഷ നേടിയെടുക്കാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ലോക ജീവിതത്തിൽ നമുക്ക് സഹനം വഴിയായിട്ട് ഒരു ആയുധമായിട്ട് ഉപയോഗിച്ച് സഹനം വഴി മനുഷ്യരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും. ദൈവത്തിന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള ആരാധനയായിട്ട് അവിടെ സഹനം മാറുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ യേശുവിൻ്റെ സഹനത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ സഹനം വഴി നമുക്ക് ഒരു വലിയ പ്രചോദനവും പ്രതീക്ഷയും കിട്ടുന്നു എന്നുള്ളതാണ്. ഈ സഹനം എന്നുള്ളത് നമ്മുടെ ഒരു യാത്രയാണ്, സഹനയാത്ര. യേശുവിൻ്റെ യാത്ര പോലെ തന്നെ ഒരു യാത്ര. അന്ത്യത്താഴം മുതൽ കല്ലറ വരെയും, ഉയർത്തപ്പെടുന്ന കല്ലറ വരെയും നീളുന്ന ഒരു യാത്രയായിരുന്നു യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചുരുക്കം. അതായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു ചുരുക്കം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മളെ അവഹേളിക്കുന്നവരുണ്ട്, നമ്മളെ അപമാനിക്കുന്നവരുണ്ട്, നമ്മുടെ മേല് കരിവാരി എറിയുന്നവരുണ്ട്, നമ്മളെ കഷ്ടപ്പെടുത്തുന്നവരുണ്ട്, ആരോപണങ്ങൾ നടത്തുന്നവരുണ്ട്, നമുക്കെതിരെ ദുരാലോചനകൾ നടത്തുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. എങ്കിലും അതിൻ്റെ ഇടയിലും കുറേയേറെ ആളുകളെ ദൈവം അയച്ചു തരുന്നുണ്ട്. വെറോനിക്ക എന്ന് പറയുന്ന സ്ത്രീ, വെറോനിക്ക എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ് ഇമേജ്, ദ റിയൽ ഇമേജ് എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിയായിട്ടുള്ള ചിത്രം കൊടുത്ത സ്ത്രീയാണ് വെറോനിക്ക എന്ന് പറയുന്നത്. ആ പടത്തിൽ നിന്നും അവളുടെ പേരുണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. എന്താണെങ്കിലും വെറോനിക്ക യേശു ആരാണ് എന്ന് യേശുവിനെ തന്നെ വീണ്ടും വീണ്ടും ഈ സഹനത്തിൻ്റെ ഇടയിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ത്രീയായിട്ട് വെറോനിക്കയെ കാണാൻ പറ്റും. തളർന്നു വീഴുന്ന സമയത്ത് ദൈവം ആരെയും താങ്ങും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ശെമയോനെ അയച്ചു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിലും നമ്മളെ സഹായിക്കാനായിട്ട് ഏറെ പേരുണ്ടാവും, നമ്മളെ തകർക്കാനായിട്ട് ഏറെ പേരുണ്ടാവും. അപ്പോഴൊക്കെയും ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വീണ്ടും വീണ്ടും നമ്മളെ പ്രചോദിപ്പിക്കുന്ന സംഭവം, വീണ്ടും വീണ്ടും നമ്മളെ പ്രചോദിപ്പിക്കുന്നത് യേശുവിൻ്റെ സഹനയാത്രയാണ്. ഞാൻ ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതാ എനിക്ക് മുൻപേ കടന്നുപോയ ഒരു യേശു. ആ യേശു എന്നുള്ളത് സാധാരണ ആർഭാടത്തിൽ കടന്നുപോയവനല്ല, പിന്നെയോ എനിക്ക് കാണാം, എനിക്ക് ദൂരേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും ആ യാത്രയിൽ ഇതാ യേശു പോകുന്നുണ്ട്. അവന് വീണ് എഴുന്നേറ്റ് അടിയേറ്റ് വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിക്കപ്പെട്ട് ആശ്വസിപ്പിക്കപ്പെട്ട് സമാധാനിപ്പിക്കപ്പെട്ട് അതോടൊപ്പം തന്നെ ആക്ഷേപിക്കപ്പെട്ട് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു യേശു, എനിക്ക് മുൻപേ പോകുന്ന യേശു. ആ യേശുവിനെ ഞാൻ അത്ര അടുത്ത് ഒരു പക്ഷേ എനിക്ക് വിശുദ്ധിയില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ മനുഷ്യനായതുകൊണ്ട് എനിക്ക് അത്ര അടുത്ത് കാണാൻ പറ്റുന്നില്ല എങ്കിലും ദൂരേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഏണും എഴുന്നേറ്റും പോകുന്ന യേശു എൻ്റെ സഹന ജീവിതത്തിൽ, എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് മാതൃകയാണ്. കാരണം എന്താ, എൻ്റെ യേശു എന്നുള്ളത്, എൻ്റെ ദൈവം എന്നുള്ളത് ഒരിക്കലും വീഴാത്ത ഒരാളല്ല, പിന്നെയോ എൻ്റെ ദൈവം വീണവനാണ്. ഒന്നല്ല പല പ്രാവശ്യം. കുരിശിൻ്റെ വഴിയിൽ 3 എങ്കിലും 30 പ്രാവശ്യത്തിനധികം അവൻ വീണിട്ടുണ്ടാവും. പക്ഷേ വീണപ്പോഴൊക്കെ അവൻ എഴുന്നേറ്റപ്പോഴൊക്കെയോ അവൻ്റെ തോളിൽ ഒരു കുരിശുണ്ട് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ കുരിശുമായിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. കാരണം അവനറിയാം കുരിശില്ലാതെ കാൽവരിയിലേക്ക് പോയിട്ട് കാര്യമില്ല, കുരിശില്ലാതെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല. ആ കുരിശ് വഴിയാണ് നമ്മളൊക്കെ രക്ഷിക്കപ്പെടേണ്ടത്. അവന് മുൻപേയുള്ളവർ, അവന് പിൻപേയുള്ളവർ എല്ലാവരെയും അവൻ കാണുന്നുണ്ട്. ഈ കാൽവരി കുരിശിൻ്റെ മുകളിൽ, കാൽവരി മലയുടെ മുകളിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അവൻ കാണുന്നുണ്ട് താഴെ ഒരുപറ്റം ആളുകൾ, ആദം മുതൽ
മുതൽ ഇങ്ങോട്ട് ലോകാവസാനം വരെ, അവൻ്റെ രണ്ടാമത്തെ ആഗമനം വരെയുമുള്ള സകല മനുഷ്യരെയും ഈ മലയുടെ മുകളിൽ കുരിശിൽ കിടക്കുമ്പോൾ അവൻ കാണുന്നുണ്ട്. ഈ മനുഷ്യർക്കൊക്കെ രക്ഷ വേണമെങ്കിൽ അവൻ്റെ രക്തം ആ കാൽവരി കുരിശിൽ വീണാലേ മതിയാവൂ. രക്തമില്ലാതെ രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന് നമുക്കറിയാം. രക്തം ചിന്താതെ ബലി പൂർത്തിയാവുകയില്ല എന്ന് ദൈവത്തിനറിയാം, നമുക്കറിയാം. അതാണ് തത്വം. രക്തം കൊണ്ടാണ് ബലി പൂർത്തിയാവുന്നത്. പിതാവായിട്ടുള്ള ദൈവത്തിൻ്റെ ഇഷ്ടവും അത് തന്നെയാണ്. നമ്മുടെ ഈ ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മുൻപേ പോയ ഒരാളെ നമ്മൾ കണ്ടേ മതിയാവും. അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ വീണ് കിടക്കുന്നിടത്ത് നിന്ന് നമുക്ക് എഴുന്നേൽക്കാൻ തോന്നും. ആ എഴുന്നേൽക്കുന്ന സമയത്ത് ജീവിതയാത്രയുമായിട്ട് തന്നെ യാത്രയാവുന്ന ജീവിതമാകുന്ന കുരിശുകൾ തോളിൽ ഏറ്റുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന യേശുവിനെ നമുക്ക് കണ്ടേ മതിയാവും. നമ്മുടെ സഹനങ്ങൾ രക്ഷാകരമാണ് എന്നും ഈ സഹനങ്ങൾ വഴിയായിട്ടാണ് നമ്മളൊക്കെയും ആത്യന്തികമായിട്ട് രക്ഷിക്കപ്പെടുന്നത് എന്നും സഹനമെന്നുള്ളത് വളരെ പെട്ടെന്ന് എന്തോ ശിക്ഷയായിട്ടൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ സംഭവിക്കുന്നതാണ് എന്നും അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇതാ എനിക്ക് മുൻപേ പോയ എൻ്റെ യേശു തന്നെ എനിക്ക് മാതൃകയായിരിക്കണമെന്നും ദൈവം നിശ്ചയിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നത്. ഈ ദുഃഖവെള്ളിയാഴ്ചയാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള മാതൃകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചോദനവും യേശുവിൻ്റെ കുരിശ് യാത്ര തന്നെയാണ്. നമുക്ക് മുൻപേ കുരിശ് വഹിച്ചുകൊണ്ട് പോയവൻ അവൻ ദൈവമാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ മറക്കരുത്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായിട്ടുള്ള ക്രിസ്തുവാണ് ഈ കുരിശ് വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ പോയതെങ്കിൽ, എൻ്റെ മുൻപേ പോയതെങ്കിൽ അവൻ്റെ പിന്നാലെ അവൻ പറഞ്ഞതുപോലെ തന്നെ ജീവിത ക്ലേശങ്ങളുടെ കുരിശുമെടുത്തുകൊണ്ട് നമ്മുടെ യാത്ര വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് വലിയ ശക്തിയും പ്രചോദനവുമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.